നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. രസകരമായ ഒരു കഥയാണ് പറയുന്നത്. വ്യക്തിബന്ധങ്ങളെ വലിപ്പച്ചെറുപ്പമില്ലാതെ, നീ വലിയവൻ, നീ ചെറിയവൻ എന്നുള്ള ഒരു ചേരിതിരിവുമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന സിനിമയിലെ ഒരാളെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും അത് കല്ലു ഡെന്നീസ് ആണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിബന്ധങ്ങളൊന്നും ഉള്ള ആളല്ല. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പൊരു എപ്പിസോഡിലായിട്ട് പറഞ്ഞതാണ്. മിമിക്സ് പരേഡ് എന്ന സിനിമ സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു. കല്ലു ഡെന്നിസ് തിരക്കഥ എഴുതിയ പടമാണ്. ഈ പടം ഒരു സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. സ്റ്റേജിലെ മിമിക്രി ഫിലിമിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് പോലെ ഉള്ള ഒരു സിനിമയാണ്. അല്ല ഇതിനെ ഉദാത്തമായ ഒരു സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ സിനിമയാകും എന്ന് ഞാൻ ഒരു റിവ്യൂ എഴുതി. ഇങ്ങനെയുള്ള റിവ്യൂ ഒക്കെ എഴുതി ഞാൻ കൊടുക്കുന്ന കാലത്ത് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ ക്രിറ്റിക്സ് വ്യൂ എന്ന് പറഞ്ഞൊരു മാസികയുണ്ടായിരുന്നു. അതിലാണ് എൻ്റെ നിരൂപണങ്ങൾ വരാറ്. സിനിമയിൽ നിന്നുകൊണ്ട് സിനിമാ നിരൂപണം നടത്തിയ ആളാണ് ഞാൻ. ഈ മിമിക്സ് പരേഡിനെ കുറിച്ചുള്ള റിവ്യൂ അതിൽ വന്നു. അപ്പോൾ ഇതിൽ ക്രിറ്റിക്സ് വ്യൂ പ്രിന്റ് ചെയ്യാനുള്ള കാശ് കിട്ടുന്നത് സിനിമയുടെ പരസ്യങ്ങൾ വാങ്ങി പ്രസിദ്ധീകരിച്ചാണ്. അങ്ങനെ പരസ്യം തരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജോയി തോമസിന്റെ ജൂബിലി പിക്ചേഴ്സ്. ക്രിറ്റിക്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി മണ്ണാറക്കയം ബേബിച്ചേട്ടനായിരുന്നു. എന്നെ ഒരു അനുജനെ പോലെ സ്നേഹിച്ചിരുന്ന മണ്ണാറക്കയം ബേബിച്ചേട്ടൻ. ബേബിച്ചേട്ടനെ ജൂബിലി ജോയി വിളിച്ചു. വളരെ സരസമായി പറഞ്ഞു, ബേബി, ഞങ്ങളുടെ പരസ്യം വാങ്ങി ക്രിറ്റിക്സ് വ്യൂ അച്ചടിച്ചിട്ട് ഞങ്ങളുടെ പടത്തെ അപമാനിക്കുന്ന റിവ്യൂ കൊടുക്കണ്ട. ഇനി ജൂബിലിയുടെ പരസ്യം മേലിൽ നിങ്ങളുടെ ക്രിറ്റിക്സ് വ്യൂവിന് തരില്ല. മണ്ണാറക്കയം ബേബി മറുപടി ഒന്നും പറഞ്ഞില്ല, ചിരിച്ചേ ഉള്ളൂ. പാറയ്ക്ക് കാറ്റ് പിടിച്ച പോലെ അദ്ദേഹം ഇരുന്നു. മിമിക്സ് പരേഡിന്റെ തിരക്കഥാകൃത്ത് ഞാൻ പറഞ്ഞല്ലോ, കല്ലു ഡെന്നീസാണ്. റിവ്യൂ വായിച്ച കല്ലൂരാൻ എന്റെ ഗുരുനാഥനായ ഹരികുമാർ സാറിനെ വിളിച്ചു. പരിഭവം പറഞ്ഞു, എന്നാലും എന്തോടോ അയാൾ ഇങ്ങനെയൊക്കെ എഴുതിയേ. അപ്പൊ ഹരികുമാർ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കല്ലൂരൻ വിളിച്ച് വളരെ വിഷമിച്ച് സംസാരിച്ചു. ദിനേശ് ഒന്ന് അയാളെ വിളിച്ചേ, അങ്ങനെ ഒരു റിവ്യൂ എഴുതി സോറി പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ എന്ത് പറയാം. ഞാൻ അങ്ങനെ കല്ലൂരാനെ വിളിച്ചു. ഞാൻ റിവ്യൂ എഴുതിയതിൽ ഡെന്നിച്ചായന് വിഷമം തോന്നിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരു നിരൂപണമാകുമ്പോൾ സത്യമല്ലേ ഡെന്നിച്ചായ എഴുതാൻ പറ്റൂ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സിനിമ മിമിക്രിയാണ് എന്നതിൽ മാറ്റമില്ല കേട്ടോ ഡെന്നിച്ചായ. കല്ലൂരാൻ വീണ്ടും ഹരികുമാർ സാറിനെ വിളിച്ചു. എന്താണോ അയാൾ കാണിച്ചത്, എന്നെ വിളിച്ചിട്ടേ പിന്നെയും പറയുന്നു ആ പടം മിമിക്രിയാണെന്ന്. ഹരിസാർ എന്നെ വിളിച്ച് വീണ്ടും, നല്ല കക്ഷിയാ, ക്ഷമ പറയാൻ ഏൽപ്പിച്ചാല് വീണ്ടും ആ സിനിമ മോശമാണെന്നാണോ ദിനേശ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. എന്തായാലും അധികം പറയുന്നില്ല. കല്ലൂരാനുമായി മനസ്സുകൊണ്ട് ഞങ്ങൾ അകന്നു. ഞാൻ ജീവിക്കാൻ പഠിക്കാത്തവൻ അല്ലാത്തതിനാൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഞാൻ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതാ തോന്നിയത്, ദിനേശ് ഒരു ജീവിക്കാൻ പഠിച്ചവനല്ല. ഞാനൊരു ജീവിക്കാൻ പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ കല്ലൂരാനോട് അദ്ദേഹം ലോ ബഡ്ജറ്റിലെ സിനിമകൾ, നിരവധി സംവിധായകരെയും നിർമ്മാതാക്കളെയും നടന്മാരെയും വളർത്തിയെടുത്ത ആളാണല്ലോ കല്ലൂരാൻ. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രേണിയിൽ അങ്ങനെ ഈ ഈ ലോ ബഡ്ജറ്റ് സിനിമകളുടെ ശ്രേണിയിലേക്ക് മാറിയപ്പോൾ ഞാനും അങ്ങോട്ട് ചാഞ്ഞിരുന്നെങ്കിൽ എനിക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ഡെന്നിച്ചായനെ കൊണ്ട് എനിക്കൊരു 5 പടം സംവിധാനിച്ചു തന്നായിരുന്നു. ഡെന്നിച്ചായ എനിക്ക് പ്രൊഡ്യൂസറെ പിടിച്ചു തന്നെ. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയാൽ മറുവാക്കൊന്നുമില്ല, ഇത് ദിനേശ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യും. എത്രയോ പേരെ അദ്ദേഹം അങ്ങനെ സംവിധായകരാക്കിയിരിക്കും. പക്ഷെ ഞാൻ പോയില്ല. ഡെന്നിച്ചായനാണെങ്കിൽ അകലങ്ങളിൽ അഭയം, രക്തം, കർത്തവ്യം, ആ രാത്രി, അലകടലിനക്കരെ, സന്ദർഭം, മുഹൂർത്തം, 11:30, ഇവിടെ ഇങ്ങനെ, ഇനിയും കഥ തുടരും, ജനുവരി ഒരു ഓർമ്മ, ഒന്നാണ് നമ്മൾ, കോടതി, ചക്കരയുമ്മ, വന്നുകൊണ്ട് കീഴടക്കി എന്നൊക്കെ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ സിനിമകൾ എഴുതിയ ആളാണ് അദ്ദേഹം. ലോ ബഡ്ജറ്റിലേക്ക് മാറിയപ്പോൾ ഗജകേസരി യോഗം, വെൽക്കം ടു കൊടൈക്കനാൽ, കുടുംബവിശേഷം, സൺഡേ 7 PM, ന്യൂ ഇയർ, ഈഞ്ചക്കാടൻ മത്തായി, ശ്രീമാൻ ചാത്തുണ്ണി, കൂടിക്കാഴ്ച, തുവൽ സ്പർശം, കുണുക്കിട്ട കോഴി, ഒരു വെളിപ്പാടകലെ, 5:30 കല്യാണം, ഗുരു ശിഷ്യൻ, കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ, മാന്ത്രിക കുതിര, തുമ്പോളി കടപ്പുറം, ഭാര്യ, ശ്രീധനം എന്നൊക്കെ പറഞ്ഞു ഒരു പിടി സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയല്ലോ. ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾ വെച്ചുള്ള സിനിമയും അല്ലാത്ത സിനിമയും അല്ലാണ്ട് 100-ലധികം തിരക്കഥ എഴുതിയ ആളാണ് ഡെന്നിച്ചായൻ.
കലൂരാനുമായി മനസ്സുകൊണ്ടകന്നു ഞാൻ. 6 സിനിമകളിൽ നിന്നും എന്നെ ഒഴിവാക്കിയത് കലൂരാൻ പറഞ്ഞിട്ടാണെന്ന് അതിന്റെ സംവിധായകന്മാരും അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഒക്കെ എന്നോട് പറഞ്ഞു. ദിനേശനാണ് ഞങ്ങൾ അസോസിയേറ്റഡ് വയ്ക്കായിരുന്നു. പക്ഷേ അയ്യോ, നമ്മളൊക്കെ തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിനെ ഒന്നും വയ്ക്കരുത് എന്ന് പറഞ്ഞ് കലൂരാൻ മാറ്റി എന്നാണ് എന്നോട് സംവിധായകരും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും പറഞ്ഞത്. പക്ഷെ കലൂരാൻ പറയുന്നു, ഞാൻ ഒരാളെയും വയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. പലരെയും വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ വന്ന വിഷയം ഇതൊന്നും അല്ല. കലൂരാനും ഞാനിവിടെ പിണങ്ങിയ വിഷയമല്ല പറയാൻ വന്നത്. മമ്മൂട്ടി, പെട്ടി, കുട്ടി ഈ ഫോർമുലയിൽ തുടരെ സിനിമകൾ വരികയും മിക്കവാറും അതെല്ലാം എഴുതിയിരുന്നത് കലു ഡെന്നീസും സംവിധാനം ചെയ്തിരുന്നത് ജോഷി സാറുമായിരുന്നു. എല്ലാം 100 ദിവസത്തിന് മുകളിലോടിയ പടമല്ലേ. എറണാകുളം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് കലു ഡെന്നീസും മമ്മൂട്ടിയും ജോഷി സാറും കൂടെ ചേർന്നുള്ള ഒരു ടീം, നേരത്തെ പറഞ്ഞ പെട്ടി, കുട്ടി, മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ടീം വലിയ വിജയമായിരുന്നു. മമ്മൂട്ടിയെ സൂപ്പർ താരമാക്കിയതിൽ ജോഷി സാറിനും IV ശശിയേട്ടനും, ആ 2 സംവിധായകർക്കും, കലു ഡെന്നീസും NT വാസുദേവൻ നായർ സാറിനും പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജോഷി സാറും കലൂരാനും ഒരു ടീമായി നിന്നുകൊണ്ട് കുടുംബ ചിത്രങ്ങളും IV ശശിയും MTയും ചേർന്ന് ഇടത്തരം നായർ തറവാട്ടിലെ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ മധ്യവർത്തി സിനിമകളും തുടക്കകാലത്ത് മമ്മൂട്ടിയെ ഒരുപാട് തുണച്ചിട്ടുണ്ട്. മുൻപൊരിക്കൽ പറഞ്ഞതാണെങ്കിലും വീണ്ടും ഒരു കഥ കൂടി പറയാം. P. ചന്ദ്രകുമാർ സംഭവം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാണ്. മജീന്ദ്രൻ, ബാബു എന്ന് പറഞ്ഞ 2 പേര് ചേർന്നാണ് സംഭവം പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ മജീന്ദ്രനെ ഒരു വെളുപ്പാങ്കാലത്ത് അബ്കാരി കോൺട്രാക്ടറായിരുന്നു. വെളുപ്പാങ്കാലത്ത് എതിരാളികൾ വെടിവെച്ച് കൊന്നു. കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമായിരുന്നു. ഡോർബെല്ല് കേട്ട് എന്ന് കഥ തുറന്നതും വെടിവെച്ച് കൊന്നു. അപ്പൊ അവർക്ക് വേണ്ടി സംഭവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥാ ചർച്ചയ്ക്കായി എറണാകുളത്ത് MG റോഡിലുള്ള വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ 10ാം നമ്പർ മുറിയിൽ ജോൺ പോളും കലു ഡെന്നീസും സത്യനന്ദിക്കാടും P. ചന്ദ്രകുമാറും ഇരുന്ന് ചർച്ചകൾ നടത്തിയാണ് നമുക്ക് സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുറിക്കകത്തുള്ള ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. പുറത്തുനിന്ന് ആരോ അടിച്ചു. ചായക്ക് സമയമായി, റൂം ബോയ് വന്നതാവുമെന്ന് കരുതി കലൂരാൻ ചെന്ന് വാതിൽ തുറന്നു. ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ നിൽക്കുന്നു. ആരായെന്ന് കലൂരാൻ ചോദിക്കും മുമ്പ് തന്നെ യുവാവിന്റെ മറുപടി വന്നു, ഞാൻ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ പറഞ്ഞിട്ട് വന്നതാണ്. യേശുദാസൻ എന്ന് കേട്ടതും കലൂരാൻ വന്ന യുവാവിനെ അകത്തേക്ക് വിളിച്ചു. മനോരമയിലൂടെ ആക്ഷേപ രാഷ്ട്രീയ ഹാസ്യം വരയ്ക്കുന്ന ആളാണ് യേശുദാസൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ എന്ന് ഞാൻ പറയണ്ടല്ലോ. കട്ട്, അസാധു എന്നീ മാസികകളിലൂടെ സിനിമാ രാഷ്ട്രീയക്കാരെ പച്ചലക്കുന്ന മനുഷ്യനുമാണല്ലോ. രസകരമായ കാർട്ടൂണുകളായിരുന്നു കട്ടിലും അസാധുവിലും ഒക്കെ. തിരക്കഥ ചർച്ചയ്ക്കിരിക്കുന്ന 4 പേർക്കും ബഹുമാനമുള്ള ആളാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസ്. ചന്ദ്രകുമാറിന് കാർട്ടൂണിസ്റ്റ് യേശുദാസ് എഴുതിയ ഒരു ശുപാർശ കത്തുമായിട്ടാണ് ഈ യുവാവ് വന്നിരിക്കുന്നത്, പുറത്തു നിൽക്കുന്ന യുവാവ് വന്നിരിക്കുന്നത്. കത്ത് കലൂരാൻ ചന്ദ്രകുമാറിന് കൈമാറി. ഈ കത്തുമായി വരുന്ന ചെറുപ്പക്കാരൻ ഒരു പുതുമുഖ നടനാണ്. നിങ്ങളുടെ സംഭവത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇയാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കത്ത് വായിച്ചിട്ട് അടുത്ത പടത്തിൽ നോക്കാം ഡെന്നീസ് എന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാളെ പറഞ്ഞു വിട് എന്നായിരുന്നു കത്ത് വായിച്ച ചന്ദ്രകുമാർ പറഞ്ഞത്. ചന്ദ്രൻ നേരിട്ട് എന്ന് പറയാന്നേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. പിന്നെ നിങ്ങൾക്ക് യേശുദാസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആളിനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡെന്നീസ് പറഞ്ഞാൽ മതി, താനല്ലേ കത്തും വാങ്ങി വന്നത് എന്നായി ചന്ദ്രകുമാർ. കലൂരാൻ കത്തും ഈ ചന്ദ്രകുമാർ പറഞ്ഞതുപോലെ അയാളെ യാത്ര അയക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആ സൂട്ട് റൂമിന്റെ ആ ഇടുങ്ങിയ കൊച്ച് മുൻവശത്തുള്ള വിസിറ്റിംഗ് റൂമിൽ ഉള്ള സ്ഥലത്ത് വളരെ പ്രതീക്ഷയോടെ ആ ചെറുപ്പക്കാരൻ ഉലാത്തുകയാണ്. കലൂരാൻ കാര്യം പറഞ്ഞു. എല്ലാ അയാൾ സശ്രദ്ധം കേട്ടു. അപ്പൊ ഈ പടത്തിൽ ഒരു വേഷം തരാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അയാളുടെ മുഖത്ത് യാതൊരു വിഷമവും ഇല്ല, ഒരു ലാഞ്ചനയില്ല വിഷമത്തിന്റെ. വളരെ കൂളായി ഈ സിനിമ എന്ന് തുടങ്ങും, എവിടെയാണ് നിങ്ങളുടെ ഈ പടത്തിന്റെ ലൊക്കേഷൻ, ആരൊക്കെ അഭിനയിക്കുന്നു, എല്ലാം ചോദിച്ചറിഞ്ഞു. പിന്നെ അയാൾ തൻ്റെ ബയോഡാറ്റ അഴിച്ചു വെച്ചു. സിനിമയും അഭിനയവുമാണ് എൻ്റെ പാഷൻ. അപ്പോൾ LLBക്ക് പഠിക്കുകയാണ്. നമ്മുടെ നടന്മാരിൽ മധുവിനെയാണ് എനിക്കിഷ്ടം. ശരിക്കും ഞാൻ മധുവിൻ്റെ ആരാധകനാണ്. ആ യുവാവ് നിർത്താതെ ഡയലോഗ് തട്ടിവിട്ടോണ്ടേയിരുന്നു. സോറി, ഡിസ്കഷന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇതിൽ വേഷമൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, ഇനിയും വരും അവസരം, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം.
ചിരിച്ച മുഖത്തോടെ ആൾ ദ ബെസ്റ്റ് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ നടന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ചന്ദ്രകുമാറിന് ദേഷ്യം കലൂരാനോട്. അയാളുടെ ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ ഇത്രയും നേരം അയാളുടെ ലാത്തിയും കേട്ടിരുന്നോ എന്നായി ചന്ദ്രകുമാർ. ഫോണെടുത്ത് ചന്ദ്രകുമാർ റൂമിൽ ഫോണുണ്ടല്ലോ, ആ ഫോണെടുത്ത് കറക്കി നമ്മുടെ കാർട്ടൂൺസ് യേശുദാസിനെ വിളിച്ചു. ദയവ് ചെയ്ത് മേലിൽ ഇങ്ങനെയുള്ള കത്തികളെയൊന്നും ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന, ഈ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് എന്നിട്ട് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്തോ യേശുദാസൻ മറുപടി പറയുന്നു. പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് കൂടെ ഇരിക്കുന്ന 3 പേർക്കും മനസ്സിലായില്ല. എന്തോ മറുപടി അദ്ദേഹം പറഞ്ഞു. അന്ന് ചന്ദ്രകുമാറിന് ഇതൊക്കെ പറയാം. കാരണം മധുസാറിന്റെ തണലിൽ ഉമാ സ്റ്റുഡിയോയുടെ സിനിമകൾ തുടരെ ചെയ്ത് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത് നിൽക്കുന്ന കാലമായതുകൊണ്ട് ഏത് മനുഷ്യനായാലും അല്പം അഹങ്കാരമൊക്കെ വരാനല്ല. അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ പോലെ ഒരാള് ഒരു ചെറുപ്പക്കാരനെ ഒരു പുതുമുഖത്തെ ശുപാർശ ചെയ്ത് ഒരു കത്ത് കൊടുത്തയച്ചാൽ അയാളെ വിളിച്ചിട്ട് ഇതുപോലുള്ള കത്തികളെയൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിടരുതെന്ന് പറയില്ല. അത് ഈ സിനിമയിലെ വിജയങ്ങൾ തുടർച്ചയായുണ്ട്. അതിന്റെ ഒരു ചന്ദ്രേട്ടൻ പാവമാണ്. പക്ഷെ അക്കാലത്ത് ഈ സൂപ്പർ ഹിറ്റുകൾ ചെയ്യുന്നതിന്റെ ഒരു ജാട ഉണ്ടായിരുന്നിരിക്കാം. കാരണം മധുസാറിന്റെ സിനിമകളെല്ലാം ഇദ്ദേഹത്തിനല്ലേ കിട്ടുന്നത്. ഈ സംഭവം നടക്കുന്നത് 1980 ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസത്തെ ആദ്യത്തെ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ പോലെ ഒരു പ്രതിഭ കൊടുത്തുവിട്ട കത്തുമായി വന്ന യുവാവിനെ ഒന്ന് കാണാനോ യേശുദാസിനോട് അടുത്തതിൽ നോക്കാമെന്നൊരു സ്നേഹവാക്ക് പറയാനോ ചന്ദ്രകുമാർ ശ്രമിച്ചില്ല. എങ്കിലും പിറ്റേ വർഷം ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നടനായി മാറി. അതാണ് കാലത്തിന്റെ കളി എന്ന് പറയുന്നത്. ഐ വി ശശിയുടെ തൃഷ്ണ, പി ജി വിശ്വംഭരന്റെ സ്ഫോടനം, എന്നോട് പേര് പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന മലയാളത്തിലെ വന്ധ്യവയോധികനായ കവിയുടെ മുന്നേറ്റം, 1981 റിലീസായ ഈ 3 സിനിമകളും ഒരു തുടക്കക്കാരന് വലിയ ബ്രേക്കായി. തലേ വർഷം 80 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, MD സ്ക്രിപ്റ്റിൽ ആസാദ് സംവിധാനം ചെയ്ത, വിദേശത്ത് ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അതിൽ ആ തല്ലുകൊള്ളി വേഷം, സുകുമാരൻ്റെ നിന്ന് അടി വാങ്ങുന്ന വേഷം. മേള എന്ന് പറഞ്ഞ KG ജോർജിന്റെ സർക്കസ് പശ്ചാത്തലമാക്കിയുള്ള സിനിമയിലെ ബൈക്ക് ജമ്പർ, അതും വലിയ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. നമ്മുടെ സാക്ഷാൽ മമ്മൂട്ടി എന്ന മമ്മൂക്കയായിരുന്നു ചന്ദ്രകുമാറിന്റെ ഈ അധിക്ഷേപത്തിന് പാത്രമായത്. കലൂരാൻ തന്റെ തുടക്കകാലത്ത് മാന്യമായി പെരുമാറിയത് കൊണ്ടാകണം മമ്മൂട്ടിയുടെ പ്രതാപകാലത്ത് 25 സിനിമകളിൽ കലൂരാന്റെ തിരക്കഥയിൽ മമ്മൂട്ടി അഭിനയിച്ചു. 25 സിനിമകളിൽ കലൂർ തിരക്കഥ എഴുതിയ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചു. ചന്ദ്രകുമാറിനെ കാണാൻ മമ്മൂട്ടി വന്നത് 1980 ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി കലൂരാൻ എഴുതിയ ആ രാത്രി എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായി. ആദ്യമായിട്ട് മമ്മൂട്ടി കലൂർ ഡെന്നിസിന്റെ ഒരു പടത്തിന്, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഒരു പടത്തിന് അഭിനയിക്കുന്നത് ആ രാത്രി എന്ന് പറഞ്ഞ പടമായിരുന്നു. പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അക്കാലത്ത് ആ രാത്രി കണ്ടവരാരും സെക്കൻഡ് ഷോയ്ക്ക് പോകില്ലായിരുന്നു, ഭാര്യയും മക്കളെയും കൊണ്ട് സ്കൂട്ടറിലും. മനോഹരമായ സിനിമയായിരുന്നു. അതിൽ അഭിനയിച്ച ബേബി അഞ്ചു, മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ച ബേബി അഞ്ചു, പിന്നെ കൗരവറിൽ മമ്മൂട്ടിയുടെ നായികയായി. 25 സിനിമകളിലെ പരാജയം എന്ന് പറയാവുന്ന ഒരു ചിത്രമാണ് ഉണ്ടായത്. അത് നടൻ പ്രതാപചന്ദ്രൻ പ്രൊഡ്യൂസ് ചെയ്ത കോടതി എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമയേ ഉള്ളൂ ആ 25 എണ്ണത്തിൽ അല്പമെങ്കിലും വീക്കായിപ്പോയി. ഇപ്പോ കല്ലു ഡെന്നീസിന്റെ മകന്റെ സിനിമ ബസൂക്ക, അതിൽ നായകനായി മമ്മൂക്ക അഭിനയിക്കുന്നു. മമ്മൂട്ടിയും കലൂരാനും തമ്മിൽ പിണങ്ങിയ ഒരു കഥ കൂടി പറയാം. ഒരു നിർമ്മാതാവിന് മമ്മൂട്ടി കൊടുത്ത ഡേറ്റിൽ മാറ്റം വന്നു. കോൾ ഷീറ്റ് മാറ്റിയ പ്രശ്നത്തിൽ മമ്മൂട്ടിയും കലൂരാനും തമ്മിൽ അല്പം സംസാരം അല്പം മുഷിഞ്ഞു. കാരണം മുള്ളും മുനയും നിറഞ്ഞ മമ്മൂട്ടിയുടെ ന്യായീകരണം കലൂരാനെ ചൊടിപ്പിച്ചു. തിരിച്ച് അതിനേക്കാൾ തൂക്കത്തിൽ കലൂരാൻ മറുപടി പറഞ്ഞു. കലൂരാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സുരേഷ് ഗോപിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ പ്രശ്നം പറഞ്ഞാൽ വലിയ തെറി തിരിച്ചു വിളിക്കും. അതാണ് സാധുവായ ഡെന്നിച്ചായന്റെ അല്ലെങ്കിൽ പച്ചയായ ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയാം. മമ്മൂട്ടിയിൽ നിന്നും അത്തരം ഒരു ഡയലോഗ് കലൂരാൻ പ്രതീക്ഷിച്ചില്ല. ഇരുവരും നന്നായി തെറ്റി. മമ്മൂട്ടിയും സൂപ്പർ ഹിറ്റായ സിനിമകൾക്ക് തിരക്കഥ എഴുതി കൊടുത്ത കല്ലു ഡെന്നിസും കൂടെ തെറ്റി എന്നുള്ള വാർത്ത എങ്ങനെയോ ഒരു പത്രപ്രവർത്തകൻ മണത്തറിഞ്ഞു. അയാള് തന്ത്രപൂർവ്വം കലൂരാനിൽ നിന്ന് ആ പിണങ്ങാനുള്ള കാരണം ചോർത്തിയെടുത്തു. പിന്നെ അതില് പത്രക്കാർക്ക് മാപ്പറൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കില്ലല്ലോ, പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അങ്ങ് കാച്ചി. പിണക്ക കഥ തൊട്ടടുത്ത ഞായറാഴ്ചത്തെ വാരാന്ത പതിപ്പിൽ വലിയ വാർത്തയായിട്ട് വന്നു. അങ്ങനെ വാർത്തയായി വരുമെന്ന് സത്യത്തിൽ കലൂർ ഡെന്നിസ് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പെട്ടിക്കുട്ടി മമ്മൂട്ടി ടീം പൊളിഞ്ഞു എന്നുള്ള ആ വാർത്ത വലിയ പ്രാധാന്യം ഉണ്ടാക്കിയെടുത്തു. കീരിക്കാടൻ ചത്തേന്ന് വിളിക്കുന്നില്ലേ ഹൈദ്രോസ്, കൊച്ചിനെ വിളിക്കും പോലെ
വെട്ടിക്കുട്ടിയും മമ്മൂട്ടിയും പൊളിഞ്ഞേ എന്നുള്ളതായിരുന്നു ആ വാരാന്ത്യ പതിപ്പിലെ വാർത്ത. സിനിമാ രംഗത്ത് അത് വലിയ ചർച്ചയായി. കാരണം മമ്മൂട്ടിയും കല്ലൂരാനും പൊളിഞ്ഞല്ലോ, ആ ടീം പൊളിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് സിനിമാക്കാർക്ക്. അതാണല്ലോ സിനിമാക്കാരുടെ സ്വഭാവം. മമ്മൂട്ടിയോടും കല്ലൂരാനോടും വിവരം തിരക്കി ഒരുപാട് പേര് വിവരം തിരക്കി. പക്ഷെ രണ്ടുപേരും പിടികൊടുത്തില്ല. സൺഡേ സപ്ലിമെന്റിൽ ഈ വാർത്ത വന്ന ദിവസമാണ് സംവിധായകൻ കെ മധുവിന്റെ വിവാഹം. കല്ലൂരാനും ജോഷി സാറും കൂടി വിവാഹത്തിന് പോയി. കല്യാണ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലൂരാന്റെ ഷോൾഡറിൽ പുറകെ നിന്ന് ആരോ ഒരാള് ഷോൾഡറിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരൊന്നും അത്രയും സ്വാതന്ത്ര്യം എടുത്ത് കല്ലൂരാന്റെ തോളി പിടിക്കില്ല. ഞം കഴിച്ചോണ്ടിരുന്ന സദ്യ കഴിച്ചോണ്ടിരുന്ന കല്ലൂരാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകെ നിൽക്കുന്നത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. കൊള്ളാം, ഇന്റർവ്യൂ നന്നായിരിക്കുന്നു, ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് അത് ആ മനസ്സിൽ നിന്നൊരു വേദനയാണ്. ഒരിക്കലും കല്ലൂർ ഡെന്നീസ് ഇങ്ങനെ പറയുമെന്ന് നമുക്ക് കരുതിയതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. കൊള്ളാം, ഇന്റർവ്യൂ നന്നായിരിക്കുന്നു, ക്യാരി ഓൺ, തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വധൂവരന്മാരുടെ അടുത്തേക്ക് പോയി. കുന്നുകുരു പോലെ, നമ്മളെ മഞ്ചാടിക്കുരു ഇല്ലേ, അതുപോലെ ഞാൻ ചെറുതായി പോയി എന്നാണ് കല്ലൂരാൻ തന്നെ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരിക്കലും മമ്മൂട്ടി ഇങ്ങനെ അക്ഷോഭ്യനായി വന്ന് തൻ്റെ ഷോൾഡർ പിടിച്ചിട്ട് ഇന്റർവ്യൂ നന്നായി കേട്ടോ, കീപ് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ ക്യാരി ഓൺ എന്ന് പറയുമെന്ന് വിചാരിച്ചില്ല. മറ്റേതൊരു ചെറിയ നടനായിരുന്നെങ്കിലും കല്ലൂരാന്റെ നിഴൽ വെട്ടത്ത് പോലും വരാതെ പകയുമായി മറുപടി ഇന്റർവ്യൂവും തുടരെ കൊടുത്ത് കഴിയുന്നത്ര കല്ലൂരാനെ നാറ്റിയൻ. വേറെ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അയാൾ ആരാ എന്നെ പറ്റി പറയാൻ? ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ തിരക്കഥ എഴുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു നാറ്റിയന്. പക്ഷേ ഒരക്ഷരം ഒരു പത്രത്തിലും നമുക്ക് പറഞ്ഞില്ല. സൺഡേ സപ്ലിമെന്റിൽ കല്ലൂരാൻ പറഞ്ഞതിന്റെ മറുപടി തേടി മലയാളത്തിലെ ഒന്നാം നിര പത്രക്കാർ അടക്കം പിറ്റേന്ന് മമ്മൂട്ടിയെ കണ്ടിരുന്നു. നമ്മുടെ കല്ലൂരാനല്ലേ, എനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു പുലിയുടെ മറുപടി. മമ്മൂട്ടി എന്തു പറഞ്ഞാലും വലിയ വാർത്തയായി വലിയ ഹെഡിങ്ങിൽ അടിച്ചു വരും. കല്ലൂരാൻ അത് ഡാമേജ് ആകുകയും ചെയ്തേനെ. കല്ലൂർ ഡെന്നീസ് എന്ന മനുഷ്യനെ ഒരു വാക്കുകൊണ്ടുപോലും മമ്മൂട്ടി നോവിച്ചില്ല. എന്നാൽ ഇവരുടെ പിണക്കത്തിന്റെ നഷ്ടമുണ്ടായത് കല്ലൂരാന് തന്നെയായിരുന്നു. മമ്മൂട്ടി ചിത്രങ്ങൾ എഴുതാനുള്ള അവസരങ്ങൾ കിട്ടാതായി. തോറ്റു കൊടുക്കാൻ കല്ലൂരാനും തയ്യാറായില്ല. അദ്ദേഹം ട്രാക്ക് മാറ്റിപ്പിടിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒന്നും സിനിമ എനിക്ക് എഴുതണ്ട, അല്ലാതെ എനിക്ക് വേറെ സിനിമ എഴുതി വിജയിപ്പിക്കാൻ അറിയാവുന്ന അദ്ദേഹം ട്രാക്ക് മാറ്റി. മുകേഷിനെയും ജഗദീഷിനെയും സിദ്ദിഖിനെയും ബാബു ആന്റണിയും വിജയരാഘവനെയും നായകനാക്കി ചെറിയ ബജറ്റിൽ ഉള്ള ചെറിയ തുക മുടക്കി വലിയ വിജയങ്ങളാവുന്ന സിനിമകൾ കല്ലൂർ ഡെന്നീസ് ഉണ്ടാക്കി. ചെറിയ ബജറ്റിലായതുകൊണ്ട് എടുക്കാനും ഇഷ്ടംപോലെ ആളെ കിട്ടി. ഒരുപാട് പുതിയ സംവിധായകരെ പരിചയപ്പെടുത്താൻ പറ്റി. ഒരിക്കലും നായകനാവാൻ സാധ്യതയില്ലാത്തവരെയൊക്കെ നായകരാക്കി. കല്ലൂർ പുതിയ സംവിധായകരെയും എത്ര പേര് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പുതിയ ചെറിയ നിർമ്മാതാക്കളെയും ഒക്കെ കല്ലൂർ ഡെന്നീസ് സിനിമാ രംഗത്ത് എത്തിച്ചു. അവർക്കെല്ലാം വിജയ പരമ്പരകൾ ഉണ്ടാക്കി. ഇപ്പൊ സിമ്പിൾ ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ ഗജകേസരി യോഗം പോലുള്ള എത്ര പണമാരി പടങ്ങളാണ് കല്ലൂർ ഡെന്നീസ് തിരക്കഥ എഴുതി കൊടുത്തത്. അതൊരു ട്രെൻഡാക്കി മാറ്റി മലയാള സിനിമയിൽ കല്ലൂർ ഡെന്നീസ്. വർഷങ്ങൾ പലതും കടന്നുപോയി. മമ്മൂട്ടിയുടെയും കല്ലൂരാന്റെയും വിജയകാലമായിരുന്നു. മമ്മൂട്ടി ഡെന്നീസ് ജോസഫും ലോഹിതദാസും ശ്രീനിവാസനും ഒക്കെ വിജയമാകുന്ന തിരക്കഥകൾ എഴുതി മമ്മൂട്ടിയുടെ സ്റ്റാർഡം നിലനിർത്തി. കല്ലൂരാൻ ചെറിയ സംവിധായകരെ വെച്ച് വലിയ വിജയങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി. ഒരു നാൾ കല്ലൂർ ഡെന്നീസ് തലസ്ഥാനത്തെത്തി. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനൊക്കെ എടുത്ത TS സുരേഷ് ബാബുവിന്റെ പുതിയ പടത്തിന്റെ പൂജയ്ക്ക് വന്നതാണ് കല്ലൂരാൻ. അവിടെ പൂജയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം, അതാ വരുന്നു മമ്മൂട്ടി. മമ്മൂട്ടി ഒരിക്കലും ഈ പൂജയ്ക്ക് ഉണ്ടാകുമെന്ന് കല്ലൂരാൻ കരുതിയില്ല. കല്ലൂരാൻ ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ മമ്മൂട്ടി കല്ലൂരാനെ കണ്ടു. അതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി അന്തന്റെ കണ്ണടിയൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ജാടയിൽ ആര് വിഷ് ചെയ്താലും തിരിച്ചു വിഷ് ചെയ്യാതെ ഇങ്ങനെ നടന്നു വരും. പരിവാരങ്ങളെല്ലാം പറയുകയും വരും. പക്ഷേ ഒരു ഓഡിറ്റോറിയത്തിൽ കയറിയാൽ മുഴുവൻ ഇരിക്കുന്നവരെയും അദ്ദേഹം എക്സ്റേയിൽ എടുക്കും പോലെ മനസ്സിൽ പതിച്ചിരിക്കും ആരൊക്കെ ഉണ്ടെന്ന്. അത് നമുക്കറിയാൻ പറ്റില്ല. എങ്ങനെ ഈ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ നോക്കിയൊന്നുമില്ല, ഇങ്ങനെ നടക്കുള്ളൂ. പക്ഷെ എല്ലാവരെയും പുള്ളി ഈ അന്തന്റെ കണ്ണാടി കൂടെ കാണും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നാനയുടെ ലേഖനായിരുന്ന നാന വേണുകുമാറിന്റെ കല്യാണം ഇവിടെ കിള്ളിപ്പാലത്ത് ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞാൻ ആ കല്യാണത്തിന് പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബഹളം കേൾക്കുന്നു. നോക്കുമ്പോൾ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ഫാൻസുകാരെല്ലാം കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുവരികയാണ് കല്യാണത്തിന്. ഈ പറഞ്ഞാൽ തന്നെ അന്തന്റെ കണ്ണാടിയൊക്കെ വെച്ച് വരിക. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം നമ്മളെ തിരിച്ച് വിഷ് ചെയ്യില്ല. എന്തോടാ ഇവിടെ, അല്ലെങ്കിൽ സുഖമാണോന്നൊന്നും ചോദിക്കില്ല. നമ്മൾ ചുമ്മാ എണീറ്റ് നിന്ന് വിഷയണം എന്തിന്, ഞാൻ അവിടെ തന്നെ ഇരുന്നു.
അദ്ദേഹം സ്റ്റേജിൽ കയറി വധൂവരന്മാരെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം അതുപോലെ തന്നെ തിരിച്ചുപോയി. മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ സുഹൃത്തിൻ്റെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുകയാണല്ലോ. അങ്ങനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷയായിരുന്ന ഒരു ദിവസം മമ്മൂക്ക ലാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ എടുക്കാൻ പോകുന്ന സീനും കാര്യങ്ങളും പറയാൻ ചെന്നപ്പോൾ, ഓ സാറിന് നമ്മളെയൊക്കെ അറിയോ? ഞങ്ങളുടെ അതെന്തേ? അല്ല, വേണുവിൻ്റെ കല്യാണത്തിന് ഞാൻ സാറിനെ കണ്ടു, സാറിന് നമ്മളെ ഒരു പരിചയം ഇല്ലാത്ത പോലെ അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എത്ര ശ്രദ്ധിക്കുമെന്ന്. ആഡിറ്റോറിയം മുഴുവനുള്ള ആൾക്കാരെ ശ്രദ്ധിക്കും. അങ്ങനെ കലൂരാൻ നിൽക്കുന്നത് മമ്മൂക്ക കണ്ടു. പിണക്കത്തിന് ഒരു ലാഞ്ചനയും ഇല്ലാതെ മമ്മൂക്ക കലൂരാൻ്റെ അടുത്തേക്ക് ചെന്നു, സുഖവിവരങ്ങൾ തിരക്കി. അത് കണ്ട സിനിമാക്കാർക്കൊക്കെ അതിശയം തോന്നി. കാരണം ഇവരുടെ പിണക്കം മാറിയോ, എന്ന് മാറി എന്നുള്ളൊരു അതിശയമായി. പൂജ കഴിഞ്ഞ് പോകാനിറങ്ങിയ മമ്മൂട്ടി കലൂരാനോടൊരു ചോദ്യം ചോദിച്ചു, ഇനി എന്താ പരിപാടി? ഓ, എന്ത് പരിപാടി? വീട് പിടിക്കണം, എറണാകുളത്ത് പോകണം എന്നാണ് കലൂരാൻ പറഞ്ഞത്. എന്നാ വാ, എൻ്റെ കാറിൽ പോവാം എന്നായി മമ്മൂട്ടി. ഇത്രയേ ഉള്ളൂ മമ്മൂക്ക, അതാണ് പ്രശ്നം. ഒരിക്കലും കലൂരാൻ ചിന്തിച്ചില്ല ഇങ്ങനെ പറയുന്നു. എന്നാ വാ, നമുക്ക് ഒന്നിച്ചു പോവാം. ശരിക്കും കലൂരാൻ ഞെട്ടി. മമ്മൂക്ക ഡ്രൈവിംഗ് സീറ്റിൽ കയറി, തൊട്ടടുത്ത് കലൂരാനും കയറിയിരുന്നു. കാറ് മുന്നോട്ട് കുതിച്ചപ്പോൾ കണ്ടു നിന്ന പല സിനിമാക്കാരുടെയും നെഞ്ചിലെ കുരു പൊട്ടിയിരിക്കാം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓ, യവന്മാർ പിന്നെ ഒന്നായോ എന്നുള്ള. കാർ അല്പം മുന്നോട്ട് പോയപ്പോൾ മമ്മൂട്ടി സ്വയം പറയും പോലെ പറഞ്ഞു, ഞാൻ കാരണം 8-9 പടങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു സിനിമ വരുന്നു, മമ്മൂട്ടി നായകനാവുന്നു, തിരക്കഥ കലു ഡെന്നിസ്. പക്ഷേ മമ്മൂട്ടിയായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളിയെ മാറ്റാം, പകരം നമുക്ക് ലോഹിദാസിനെ വിളിക്കാം, അല്ലെങ്കിൽ ജോൺ പോളിനെ വിളിക്കാം, ടി ദാമോദരനെ വിളിക്കാം എന്ന് പറഞ്ഞ് 8-9 പടത്തിൽ നിന്ന് തന്നെ മാറ്റിയത് എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. വാക്കുകളിൽ കുറ്റബോധത്തിൻ്റെ വിഷമം. വേറെ ആരായാലും തുറന്നു പറയാത്ത കാര്യങ്ങൾ ആ എറണാകുളം യാത്രക്കിടയിൽ മമ്മൂട്ടി തുറന്നു പറഞ്ഞു. സിനിമാക്കാരൻ എന്നാൽ ഉള്ളിലെ സ്നേഹവും പകയും മറച്ചു വെച്ച് വെടല ചിരിച്ച് കെട്ടിപ്പിടിക്കുന്നവരാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷവും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിൽ വെക്കുകയുള്ളൂ. ഇപ്പം നമ്മളൊരു ഫംഗ്ഷനിൽ ചെല്ലുന്നു, അവിടെ കാണുമ്പോൾ ദിനേശ് എന്ന് പറഞ്ഞ് പറയും. പക്ഷെ എനിക്കറിയാം നമ്മൾ തിരിയുമ്പോൾ എന്ത് പറയും. എന്നാൽ മനസ്സിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്ന് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യനാണല്ലോ മമ്മൂട്ടി. പലപ്പോഴും രൂക്ഷമായ ഭാഷയിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുന്നത്. പക്ഷെ ആ പറയുന്നതിന് മണിക്കൂറുകളുടെ ആയുസ്യം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നടത്തിയ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവ് ഞാനായിരുന്നു. ആ അവാർഡ് വാങ്ങാനായിട്ട് ഊഴം എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ നിന്ന് 2 ദിവസത്തെ അവധി വാങ്ങി വന്ന് വീട്ടിൽ വന്ന അമ്മയും കൊണ്ട് ഞാൻ തിരുവനന്തപുരം സെന്റ് ഹാളിൽ അവാർഡ് വാങ്ങാൻ പോയി. അമ്മയെ മുൻനിരുത്തി തന്നെ കൊണ്ടിരുത്തി. അമ്മ കാണട്ടെ മകനൊരു സിനിമാക്കാരനായത്. എനിക്ക് 2ാമത്തെ റോയിലായിരുന്നു പേരെഴുതി ഒട്ടിച്ചിരുന്നത്. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലുള്ള സീറ്റുകളിൽ ഏതിലോ ഒന്നിലും മമ്മൂട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാറാണ് ഉദ്ഘാടകൻ. അവാർഡ് ദാനവും അദ്ദേഹമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹളം കേൾക്കുന്നു. നോക്കുമ്പോൾ മമ്മൂട്ടി വരികയാണ്. അദ്ദേഹം വന്നു, അണ്ണറക്കൻ ബേബി ആരോ ചെന്ന് ആനയിച്ചുകൊണ്ടൊന്ന് പേര് കാണിച്ചു കൊടുത്തു, ഇരിക്കാനുള്ള സീറ്റ് മമ്മൂട്ടി എന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ സമയദോഷം കൊണ്ട് അതിലിരിക്കാതെ തൊട്ട് പുറകെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാവാതിരിക്കുക, കാരണം നമ്മളെ പരിചയമില്ല അക്കാലത്ത്, തുടക്കകാലമല്ലേ. സോവനീറിന്റെ പ്രകാശനം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുത്തു. നായർ സാബിന്റെ കവറാണ്. ആ സോവനീർ പേജുകൾ ഇങ്ങനെ, അവാർഡ് ജേതാക്കളുടെ പേജുകൾ ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ സ്വർണ്ണ മെഡൽ ജേതാവ് എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോയും ഒരു കുറിപ്പും ഒരു ബോക്സായി കിടക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം 2 പേജ് കൂടെ അങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇതിൽ നോക്കി, എന്നെ നോക്കി, നിങ്ങൾക്കാണോ ഈ സ്വർണ്ണ മെഡൽ? ഞാൻ പറഞ്ഞു അതെ. കൊള്ളടിച്ചല്ലോ, ഞങ്ങൾക്കെല്ലാം സ്റ്റീൽ കുറ്റിയും തനിക്ക് സ്വർണ്ണവും എന്നൊക്കെ പറഞ്ഞു. പുള്ളി വീണ്ടും ഒരു 3-4 പേജ് മറിച്ച് പോയപ്പോൾ ഈ ശാന്തിപിള്ള ദിനേശ് എന്നുള്ള പേര് എവിടെ കേട്ടിട്ടുണ്ട്? പുള്ളി എന്നോട് ചോദിച്ചു, താൻ ഏതെങ്കിലും പത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഇറങ്ങുന്ന ദേവസിക്കുട്ടി മുടിക്കൽ എഡിറ്ററായ പൃഥ്വി മേനോൻ മാനേജിങ് എഡിറ്ററായ ഫിലിം നൈറ്റിന്റെ തിരുവനന്തപുരം ലേഖകനാണ്. തിരുവനന്തപുരം ലേഖകനാണ് എന്നുള്ള പറയുന്നത് തീരുമ്പോൾ ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു, എടോ ലാലിന്റെ കല്യാണത്തിന് ഞാൻ ആരെങ്കിലും തല്ലുന്നത് താൻ കണ്ടോ? അപ്പൊ ഞാൻ മോഹൻലാലിന്റെ കല്യാണം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചൊരാളെ തല്ലിയത് ഞാൻ പ്രത്യേകം ബോക്സായി കൊടുത്തിരുന്നു. കോപിഷ്ഠനായ മമ്മൂട്ടി എന്നുണ്ട്. ആരാധകരുടെ അന്ധമായ പെരുമാറ്റത്തിൽ മനം തൊന്ന മമ്മൂട്ടി ഒരാളെ തല്ലി എന്നായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഞാൻ പറഞ്ഞു കണ്ടിരുന്നു, തല്ലുന്ന ഞാൻ കണ്ടു. അവിടെ വന്ന വേറെ ഒരു പത്രക്കാരും കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അവിടെ വന്ന പത്രക്കാരെല്ലാവരും കാണണമെന്നില്ല, കണ്ടാൽ ആ വാർത്ത കൊടുക്കണമെന്നുമില്ല. എനിക്ക് നിങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അവിടെ വെച്ച് കണ്ടു, അത് എഴുതി.
ഇതിന് ഭയങ്കര പ്രശ്നമായി. അപ്പൊ കേന്ദ്രമന്ത്രി പ്രസംഗിക്കുന്നിടയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇതെന്ത് ബഹളമൊന്നും ഇവിടെ. അപ്പം മമ്മൂട്ടിയും ഞാഞ്ഞൂലുവലിരിക്കുന്ന ഞാനുമായിട്ടാണ് വാക്ക് തർക്കം. അപ്പൊ ഞങ്ങളുടെ റോയുടെ പുറകിലത്തെ റോയിലാണ് ഭീമൻ രഘു ഇരിക്കുന്നത്. ഇപ്പം ഭീമൻ രഘു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഭീമൻ രഘു കയറി ഇടപെട്ടു. എന്താ ഇക്കാന്ന് ചോദിച്ചാൽ, അല്ല ഇയാൾ എന്നെ പറ്റി അനാവശ്യം എഴുതി. ഇക്ക അത് വർത്തമാനത്തിലല്ല, കൈ കൊണ്ട് പ്രവർത്തിക്കണം, കൈ കൊണ്ടാണ് കാണിക്കാനുള്ളത്. അന്ന് ഇത്രേ ഉള്ളെങ്കിൽ പോലും, ഇന്ദ്രൻസിന്റെ പകുതിയേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് വാ വന്ന് ചെയ്തിട്ട് പോകുന്നു. ഇന്നത്തെ പോലെ അല്ല, ഇന്ന് ഷുഗറൊക്കെ പിടിച്ച് ഭീമൻ രഘു മെലിഞ്ഞു പോയി. പക്ഷെ അന്ന് ആജാനുബാഹുവായ രഘുവിനോട് ഇത്രയുള്ള ഞാൻ പറയാം, വാ വന്ന് ചെയ്തിട്ട് പോ. ഇതിനിടയിൽ മരിച്ചുപോയ നമ്മുടെ പുള്ളിയുടെ പേരെന്താ, മീശമാധവനിലെ പുരുഷുമായിട്ട് അഭിനയിച്ച ജെയിംസ്, അദ്ദേഹം പറഞ്ഞു, മമ്മുക്ക നിങ്ങളുടെ മൂന്നാമത്തെ അനിയന്റെ പ്രായം പോലും ഇല്ല, വിട് വിട്. അല്ല അങ്ങനെയല്ല, മറ്റാണ് മറിച്ചാണെന്ന് ആകെ തെറ്റി, ആകെ കുളമായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ചെന്ന് പ്രദീപ് പറഞ്ഞു. പ്രദീപ് മേനോൻ വിജയം കാരോട്ടിനോട് പറഞ്ഞു. വിജയം കാരോട്ട് വന്ന് മമ്മൂട്ടി വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. മമ്മൂട്ടിയോട് ചോദിച്ചു, തൻ്റെ മൂന്നാമത്തെ അനിയന്റെ പ്രായം പോലും ഇല്ല, താൻ ഇപ്പം വീണ്ടും ന്യൂഡൽഹി ഇറങ്ങിയതിന്റെ അഹങ്കാരം തനിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ലെഫ്റ്റ് റൈറ്റ് അടിച്ചു വിജയം കാരോട്ട്. അവസാനം ഗതി കെട്ടപ്പോൾ മമ്മൂക്ക പ്രദീപ് മേനന്റെ തലയിൽ കഴിച്ചിട്ടുണ്ട്. നിന്നാണോ പ്രദീപേ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും പ്രദീപ് മേനോനും നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം അടിച്ചത്. അത് പ്രദീപ് മേനോൻ കല്യാണത്തിന് വന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് സുഹൃതം ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മമ്മൂക്കയ്ക്ക് ഓർമ്മയില്ല. ഞാൻ തന്നെ അടിക്കാൻ വന്നു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. കാരണം അദ്ദേഹം പറയുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതുള്ളൂ. നമ്മളൊക്കെയാണ് ഇത് കൊണ്ടു കിടക്കണേ. അദ്ദേഹം പറഞ്ഞു, അത് അപ്പം കളയും. അപ്പോ മണിക്കൂറിന്റെ ഒരു എന്താ പറയുക, ഇതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. സിനിമാക്കാരൻ എന്നാൽ ഉള്ളിലെ സ്നേഹവും പകയും മറച്ചു വെച്ച് വെടല ചിരിച്ചിരിച്ച് കെട്ടിപ്പിടിക്കുന്നവരാണ്. എന്നാൽ മനസ്സിൽ തോന്നുന്നതെന്തും വെട്ടിത്തുറന്ന് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യനാണല്ലോ മമ്മൂട്ടി. പലപ്പോഴും രൂക്ഷമായ ഭാഷയിലുമാകും, പക്ഷെ ആ പറയുന്നതിന് മണിക്കൂറുകളുടെ ആയുസ്സേ കാണും. കലൂരാൻ പറയുന്നത് പൊതിച്ച തേങ്ങയെ പോലെയാണ് മമ്മൂട്ടി എന്നാണ്. പുറം കഠിനമെന്ന് തോന്നുമെങ്കിലും ഉള്ളില് നന്മയുടെയും അലിവിന്റെയും നീർച്ചാലാണ്. നായകത്വം ആദർശവും സിനിമയിലെ നായകന് മാത്രമല്ല, ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് ഈ മഹാനടൻ എന്നാണ് കല്ലു ഡെന്നീസ് മമ്മൂക്കയെക്കുറിച്ച് പറയാറ്. ഇത് കല്ലു ഡെന്നീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കഥയാണ്. ഇനി അടുത്ത് ഞാൻ പറയുന്നത് ജോഷി സാറിനെ കുറിച്ചാണ്. ഇതിന്റെ ഒരു ക്ലൈമാക്സ് വരുമ്പോഴേ ഇതിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. കല്ലു ഡെന്നീസിന്റെ ഏറ്റവും മനപ്പൊരുത്തമുള്ള സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറയും, അത് ജോഷി സാറാണ്. കല്ലൂരാനും വലിയ ഇഷ്ടമാണ്. ഇടോ ജോഷിയായിട്ട് ഞാൻ ചെയ്ത മറ്റേ പടമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പഴയകാല കഥകൾ ഡെന്നിച്ചാൻ പറയുന്ന കേൾക്കണം. 1980 തിരക്കഥാ ചർച്ചയും എഴുത്തും ഒക്കെ ആയിട്ട് ചന്ദ്രകുമാറിന്റെ സംഭവം എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ 1980 തിരക്കഥാ ചർച്ചയും എഴുത്തും ഒക്കെ ആയിട്ട് ഏറെക്കുറെ അത് പൂർത്തിയാക്കി 1981 ജനുവരിയിൽ തിരുവനന്തപുരത്ത് സംഭവത്തിന്റെ ചിത്രീകരണം നടക്കുക. അന്നത്തെ സിനിമാക്കാരുടെ പ്രശസ്തമായ ഹോട്ടലായിരുന്നു ഹോട്ടൽ ഗീത്. ബാലചന്ദ്രമേനോൻ എല്ലാ സിനിമയും അവിടെ ഒരു സൂട്ടിലിരുന്നാണല്ലോ എഴുതിയിരുന്നത്. ഹോട്ടലിന്റെ ലോണിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടേക്ക് ആജാനബാഹുവായ ഒരു ചെറുപ്പക്കാരൻ കടന്നു. നല്ല ആരോഗ്യമുള്ള താടി, സമൃദ്ധമായ താടി, കസവും മുണ്ടും ജുബയും വേഷം. ആ ചെറുപ്പക്കാരൻ നടന്നു ചെന്ന് മധുസാറിനോടും സോമേട്ടനോടും ഒക്കെ ചിരപരിചിതരെ പോലെ സംസാരിക്കുന്നു. ഇത് കലൂരാന്റെ വ്യൂ പോയിന്റിലാണ് ഞാൻ പറയണേ. ഏതെങ്കിലും വലിയ നിർമ്മാതാവിന്റെ മോനായിരിക്കുമെന്ന് കലൂരാൻ കരുതി. കാരണം ഈ വേഷമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. മധുസാറിന്റെ അടുത്ത് നിന്നയാള് വർത്തമാനം കഴിഞ്ഞപ്പോൾ നേരെ ചന്ദ്രകുമാറിന്റെ അടുത്ത്. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോൾ ജയന്റെ മൂർഖൻ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമാക്കാരനാകും മുമ്പ് ജയൻ എന്ന കൃഷ്ണൻ നായരെ കലൂരാന് നന്നായിട്ട് അറിയാം. ജോസ് പ്രകാശിന്റെ MG റോഡിലുള്ള ഡ്രൈ ക്ലീനേഴ്സിലും എൻ്റെ ഗുരുനാഥനായ ജേസി സാറിന്റെ വീട്ടിൽ ക്യാരംസ് കളിക്കുമ്പോഴും ഒക്കെ കൃഷ്ണനായരെ കണ്ടിട്ടുണ്ട്. IV ശശിയുടെ ഈ മനോഹര തീരം എന്ന് പറഞ്ഞ സിനിമയ്ക്കായി ജയനെ ബുക്ക് ചെയ്തതും കല്ലു ഡെന്നീസാണ്. ഈ വന്ന ആളിന് ജയനുമായി എന്തോ ബന്ധമുണ്ട്. ചന്ദ്രകുമാർ വന്ന ആളിനെ പരിചയപ്പെടുത്തി, അതിഥിയെ കല്ലു ഡെന്നീസിന് പരിചയപ്പെടുത്തി. ഡെന്നീസേ, ഇത് വർക്കല ജോഷി, ജയൻ നായകനായ മൂർഖന്റെ സംവിധായകനാണ്. ഹലോ പറഞ്ഞു. ജോഷി സാർ കൈനീട്ടി. കലൂരാൻ പുതിയ തിരക്കഥാകൃത്താണ് എന്ന് പറഞ്ഞ് ചന്ദ്രകുമാർ എന്നെ പരിചയപ്പെടുത്തി. കുശലമെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് വാക്കുകൾക്ക് പിശുക്കനായ ജോഷി സാർ പോയി. ചാമരത്തിലൂടെ സിനിമയിലെത്തിയ
ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ, ഇന്നത്തെ സാഗ അപ്പച്ചൻ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ചാമരം പോലുള്ള ഒരു ക്ലാസ് സിനിമയല്ല എന്നെ അടുത്ത് ചെയ്യേണ്ടത്, ഒരു സൂപ്പർ ഹിറ്റ് ആവാവുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൽ പ്രേം നസീറും മധുസാറും ഉണ്ടാകണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കമേഴ്ഷ്യൽ സിനിമ ആയിരിക്കണം 100%, മെഗാസ്റ്റാർ സിനിമ എന്ന് വിളിക്കണം. ഒരു നാള് സാഗ അപ്പച്ചൻ കല്ലൂരാൻ വിളിച്ചു. അപ്പൊ കല്ലൂർ ഡെന്നീസിനെ സാഗ അപ്പച്ചൻ വിളിക്കുന്നത് ഡെന്നി എന്നാണ്. ഡെന്നി, നമുക്ക് നസീർ സാറിനെയും മധുസാറിനെയും ഒക്കെ നായകരാക്കിക്കൊണ്ട് ഒരു മൾട്ടി സ്റ്റാർ സിനിമ ചെയ്യാനുള്ള കഥ വല്ലതും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. പല കഥയും കല്ലൂരാൻ പറഞ്ഞു. ഒടുവില് അദ്ദേഹത്തിന്റെ ചിത്ര പൗർണമിയിൽ പ്രസിദ്ധീകരിച്ച ആകാശത്തിന് കീഴെ എന്ന് പറഞ്ഞ നോവല്, ആ നോവലിന്റെ കഥ പറഞ്ഞു. അപ്പോ ഇത് മതി, നമുക്ക് സിനിമയാക്കാം എന്ന് തീരുമാനിച്ചു. ആദ്യം കഥ, പിന്നെ തിരക്കഥ എഴുത്ത്, അത് കഴിഞ്ഞിട്ട് സംവിധായകൻ. ഇതാണ് സാഗ അപ്പച്ചൻ എന്ന ജഗൻ അപ്പച്ചന്റെ സ്റ്റൈൽ. അല്ലാതെ ആദ്യ സംവിധായകനെ നിശ്ചയിക്കുന്നില്ല. ആദ്യം ഒരു കഥ കണ്ടെത്തും, നല്ലൊരു കഥ കണ്ടെത്തും. ലക്ഷണമൊത്ത ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല തിരക്കഥാകൃത്ത്, ഈ കഥ എഴുതാൻ പറ്റിയ ഒരു തിരക്കഥാകൃത്തിനെ കണ്ടെത്തും. അത് കഴിഞ്ഞ് ആ തിരക്കഥാകൃത്തുമായിട്ട് ആലോചിച്ചിട്ടാണ് സംവിധായകനെ കണ്ടെത്തുന്നത്. അങ്ങനെ തിരക്കഥ കല്ലൂർ ഡെന്നീസ് പൂർത്തിയാക്കി. ആരാകാം സംവിധായകൻ എന്നുള്ള ചർച്ച വന്നു. രണ്ടുപേരും പലരുടെയും പേരുകൾ പറഞ്ഞു. പക്ഷെ ഒരാൾ പറയുന്ന ഒരാളിന് ഇഷ്ടപ്പെടില്ല, ഒരാൾ പറയുന്ന ഒരാളിന്, കുഴപ്പങ്ങളാണ് മൊത്തം ആ പറയുന്ന പേരുകാരൊക്കെ. ഒന്നും അങ്ങോട്ട് ഓക്കെ ആകുന്നില്ല. അപ്പോൾ ഹോട്ടൽ ഗീതിൽ വെച്ച് കണ്ട ജോഷി എന്ന പുതുമുഖ സംവിധായകനെ പറ്റി കല്ലൂരാൻ പറഞ്ഞു. അടുത്ത ആഴ്ച അയാളുടെ മൂർഖൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാവും, നമുക്ക് ആ സിനിമ കണ്ടിട്ട് നിശ്ചയിക്കാം എന്ന് തീരുമാനിച്ചു. മൂർഖൻ റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യ ഷോയ്ക്ക് തന്നെ അപ്പച്ചനും കല്ലൂരാനും പോസ്റ്റർ ഡിസൈനൊക്കെ ചെയ്യുന്ന ആർട്ട് ഡയറക്ടർ കൂടിയായ കിത്തോ ചേട്ടനും കൂടി ചേർന്ന് മൂർഖൻ കാണാൻ കയറി. പടം തുടക്കത്തിൽ തന്നെ കസറി. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, മൂർഖൻ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. ജയിൽ ചാടി വരുന്ന ജയൻ അഭിനയിച്ച വിനോദിനെ നായക്കൂട്ടങ്ങളും പോലീസും പിന്തുടരുന്ന സീനിന് തിയേറ്ററിൽ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. ചടുലതയാർന്ന ടേക്കിങ്സ്. ഇന്റർവലായത് അറിഞ്ഞതേയില്ല. ചായക്ക് പുറത്തിറങ്ങിയപ്പോ അപ്പച്ചന്റെ മുഖത്ത് ട്യൂബ് ലൈറ്റ് കത്തിയതുപോലെ സന്തോഷം. ഇയാളെ തന്നെ ഉറപ്പിക്കാമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അല്ലേ ഡെന്നി എന്ന് ചോദിച്ചു. നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഇയാളെ, ഈ വർക്കല ജോഷിയെ. ഉറപ്പിച്ചു. പിറ്റേന്ന് മദ്രാസിൽ പോയി ജോഷിക്ക് അപ്പച്ചൻ അഡ്വാൻസ് കൊടുത്തു. അതാണ് രക്തം എന്ന സിനിമ. ഓണത്തിന് റിലീസായിരുന്നു. ഇതിന്റെ കൂടെ ജോഷി സാർ സംവിധാനം ചെയ്ത ഇതിഹാസം എന്ന് പറയുന്ന നസീർ സാർ അടക്കമുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രവും കൂടി ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നു. അത് എവർഷൈനാണ് നിർമ്മിച്ചത്. പിന്നാലെ ജഗൻ പിക്ചേഴ്സിന് വേണ്ടി കർത്തവ്യം എന്ന് പറഞ്ഞ സിനിമ, മധുസാറും നസീർ സാറുമുള്ള കർത്തവ്യവും സാഗ നിർമ്മിച്ചു. കല്ലൂരാൻ തിരക്കഥ എഴുതി. ജോഷി സാർ സംവിധാനിച്ചു. മാനസിക പൊരുത്തമുള്ളവരായിരുന്നു ജോഷിയും കല്ലൂരാനും. കല്ലൂരാൻ മദ്രാസിൽ പാങ്കുരവിൽ ചെന്ന് റൂം എടുക്കും. പക്ഷെ താമസവും ഉറക്കവും ഒക്കെ ജോഷി സാറിന്റെ ഫ്ലാറ്റിലാണ്. ഷൂട്ടിങ് കഴിഞ്ഞു വന്നാൽ രണ്ടുപേർക്ക് മറ്റ് ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലാത്തതിനാൽ സിനിമ കാണുക, അത് കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകി സ്റ്റാർ ഹോട്ടലുകളിൽ പോയി നല്ല ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, പിറ്റേന്ന് രാവിലെ കഴിച്ച് ഷൂട്ടിങ്ങിന് പോവുക. ഇത് മാത്രമേ ഉള്ളൂ ദിനചര്യയായിട്ട് ജോഷി സാർ. രക്തത്തിന്റെയും കർത്തവ്യത്തിന്റെയും വിജയം ജോഷി കല്ലൂർ ഡെന്നീസ് എന്ന ശക്തമായ ടീമിനെ തന്നെ ഉണ്ടാക്കി. ആ രാത്രി, സന്ദർഭം, കോടതി, മുഹൂർത്തം 11:30, കഥ ഇതുവരെ, ഇനിയും കഥ തുടരും, ക്ഷമിച്ചു എന്നൊരു വാക്ക്, ജനുവരി ഒരു ഓർമ്മ, എല്ലാം വിജയങ്ങളായ സിനിമകളായിരുന്നു. ജോഷിയെ പറ്റി കല്ലൂരാൻ വിലയിരുത്തുന്നത്, ഞാൻ കണ്ടിട്ടുള്ള സംവിധായകരിൽ ഒത്തിരി പ്ലസ് പോയിന്റുകളുള്ള ഒരു വ്യക്തിത്വമാണ് ഈ സംവിധായകൻ്റെത് എന്നാണ്. തൻ്റെ സിനിമകൾ മഹത്തരമാണ് എന്ന് ഒരിടത്തും ജോഷി സാർ പറയില്ല. ഒരു ഇന്റർവ്യൂ കൊടുക്കില്ല, പിന്നെയല്ലേ. അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ, എൻ്റെ സിനിമ കൊള്ളാമോ മോശമാണോ എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന ചിന്താഗതിക്കാരനാണ് ജോഷി സാർ. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അത് തിരക്കഥയുടെ കുഴപ്പമാണെന്ന് അദ്ദേഹം പറയേയില്ല. ഇവിടെ പലരും അങ്ങനെയാണല്ലോ രക്ഷപ്പെടുന്നത്, ഓ തിരക്കഥ ശരിയായില്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഞാൻ ആ തിരക്കഥ സിനിമയാക്കിയത്, പിന്നെ എങ്ങനെ തിരക്കഥാകൃത്തിനെ കുറ്റം പറയും എന്നുള്ള പക്ഷക്കാരനാണ് ജോഷി സാർ. തിരക്കഥയിൽ ഒരു വാക്കുപോലും സംവിധായകൻ തിരുത്താത്ത ചുരുക്കം സംവിധായകരിൽ ഒരാളാണ് ജോഷി സാർ. എഴുത്തുകാരനെ വിളിച്ച് തിരുത്തി എഴുതിപ്പിക്കും. ജനുവരി ഒരു ഓർമ്മ കൊടൈക്കനാലിൽ ഇരുന്ന് എഴുതി തീർത്ത് ജോഷി സാറിനെ ഏൽപ്പിച്ചിട്ട് കല്ലൂരാൻ
കൊച്ചിക്ക് പോന്നു. പിറ്റേന്ന് രാത്രി ജനുവരി ഒരു ഓർമ്മയുടെ കഥാകൃത്ത് AR മുകേഷ് പാവം മരിച്ചുപോയി. കല്ലൂരാന്റെ വീട്ടിൽ ചെന്നു. രാത്രിയാണേ. ഇപ്പൊ തന്നെ കൊടൈക്കനാലിലേക്ക് തിരിക്കണം. രാത്രി തിരിച്ച് രാവിലെ എത്തിയാലേ ഷൂട്ടിംഗ് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റൂ, അല്ലെങ്കിൽ മുടങ്ങും. സ്ക്രിപ്റ്റിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. AR മുകേഷ് കൊണ്ടുവന്ന കാറിൽ കയറി കല്ലൂരാൻ പാതിരാത്രി തന്നെ കൊടൈക്കനാലിലേക്ക് തിരിച്ചു. രാവിലെ 7-ന് അവിടെ എത്തി. സംവിധായകന്റെ മുറിയിൽ ചെന്നു. ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയാവുകയാണ് ജോഷി സാർ. ഒരു സീൻ എടുത്ത് കല്ലൂരാന് കൊടുത്തിട്ട് പറഞ്ഞു, ഡേയ് ഈ ഒരു ലൈൻ മാറ്റി എഴുതണം. അതിലുള്ള ഏതൊരു ഡയലോഗ് ഒരു ലൈൻ ഒന്ന് മാറ്റി എഴുതണം. അവിടെ എന്താണ് വരേണ്ടതെന്നുള്ള ആശയവും സംവിധായകൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് വരേണ്ടത്, ഇതാണ് വേണ്ടത്, എഴുതും. ഇത്രേ ഉള്ളോ എന്നായി കല്ലൂരാൻ. ഇത് തനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, എന്നെ ഇത്രയും ദൂരം എന്തിനീ കൊടൈക്കനാൽ വരെ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തി എന്ന് ചോദിച്ചു. അവിടെ മറുപടി ഒന്നും, അതെന്റെ ജോലിയല്ല, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്താൽ പോരെ എന്നായിരുന്നു ജോഷി സാർ. ആ ഒരു ലൈൻ മാറ്റി എഴുതി കൊടുത്തിട്ട് വന്ന കാറിൽ തന്നെ കല്ലൂരാൻ തിരിച്ച് കൊച്ചിയിലേക്ക് പോയി. ഒരൊറ്റ വരി എഴുതിയിട്ട് 14 സിനിമകൾക്ക് കല്ലു ഡെന്നിസ് ജോഷിക്ക് തിരക്കഥ എഴുതി. 13 എണ്ണവും ഹിറ്റായിരുന്നു, നേരത്തെ പറഞ്ഞ കോടതി ഒഴിച്ച്. ഇവിടെ ചിലര് കണ്ടവരെ കൊണ്ട് എഴുതിച്ചിട്ട് സ്വന്തം പേര്, തിരക്കഥാകൃത്തിന്റെ പേര്, സ്വന്തം പേര് വെച്ച് എത്രയോ പേരുണ്ട്. ശ്രീനിവാസനൊക്കെ 500 രൂപ വാങ്ങിച്ചിട്ട് ആർക്കെല്ലാം തിരക്കഥ എഴുതി കൊടുത്തു, ഒരു ഉളുപ്പും ഇല്ലാതെ. പാവം ശ്രീനിവാസന്റെ പേര് കൂടി ചേർക്കാതെ എത്രയോ പേര് ഇവിടെ തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറിയിട്ടുണ്ട്. സംവിധാനം, തിരക്കഥാ സംവിധാനം കോലപ്പൻ എന്ന് എത്രയോ പേര് വെച്ചു. പക്ഷേ ഒരിടത്തും ജോഷി സാർ അത് ചെയ്യേയില്ല. എഴുതിയവന് നക്കാപിച്ച കൊടുത്തു വിടുന്ന പരിപാടിയും അദ്ദേഹത്തിനില്ല. വേറെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുള്ള ചിലരുണ്ട്. MD എഴുതിയാലും ശരി, തിരക്കഥ MD വാസുദേവൻ നായർ, കൂട്ടത്തിൽ എൻ്റെ പേരൂടെ വെച്ചോട്ടെ. അതെന്താ? അല്ല, ഞാനിപ്പോ വാസുവേട്ടനെ അസിസ്റ്റ് ചെയ്തു എന്ന് പറയാൻ എനിക്ക് അഭിമാനമാണെന്ന് പറയും. MDയുടെ പടത്തിലും വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ പലരുടെയും പടങ്ങളിൽ തിരക്കഥയുടെ ഒരു വരി പോലും എഴുതാതെ സ്വന്തം പേരൂടെ കയറ്റിയ സംവിധായകരെ എനിക്കറിയാം. ഇവിടെയാണ് ജോഷി എന്ന സംവിധായകൻ വ്യത്യസ്തനാവുന്നത്. തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുക, കണ്ടവന്റെ ക്രെഡിറ്റ് തൻ്റെ പേരിനൊപ്പം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധികം പേരിൽ കാണാത്ത ഒരു വ്യക്തിത്വമാണത് എന്ന് പറയാം. ജോഷിയെക്കുറിച്ചും കല്ലു ഡെന്നിസിനെ കുറിച്ചും ഇത്രയും പറയാൻ കാരണം പ്രശസ്ത നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസ് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. മനോരമ വീക്കെൻഡിൽ കഴിഞ്ഞ 2 ലക്കങ്ങളിലായി അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് എഴുതി. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ഞായറാഴ്ച ഓർമ്മക്കുറിപ്പ് എഴുതി. വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെ സ്വസ്ഥമായി സിനിമയിൽ നിന്ന് നേടിയ കോടികൾ കൊണ്ടുവന്ന് മറ്റു മേഖലകളിൽ മുടക്കി അതിൽ നിന്നെല്ലാം സേഫായി, ജീവിതം എല്ലാം സേഫാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ സിനിമ നിർത്തി എന്ന് പറഞ്ഞ് മുങ്ങിക്കളഞ്ഞ ബുദ്ധിമാനായ നിർമ്മാതാവാണ്. അല്ല, മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷനും പുള്ളി കൊടുത്തിട്ടില്ല. ഒരു പുതിയ സംവിധായകനെ കൊണ്ടുവന്നിട്ടില്ല, ഒരു പുതിയ തിരക്കഥാകൃത്തിനെ കൊണ്ടുവന്നിട്ടില്ല, ഒരു പുതിയ നടനെ കൊണ്ടുവന്നിട്ടില്ല, ആരെയും കൊണ്ടുവന്നിട്ടില്ല. നല്ല ലൈവിൽ നിൽക്കുന്ന ആൾക്കാരെ വെച്ച് സൂപ്പർ ഹിറ്റായ സിനിമകൾ ഉണ്ടാക്കി അതിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നിർത്തി സിനിമ, സേഫായി എന്ന് പറയാം അദ്ദേഹത്തെ. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് ചെയ്തതാണ്. ഓർമ്മ ഒട്ടുമില്ലാത്ത ആളുകൾ എഴുതുന്ന ഓർമ്മക്കുറിപ്പ് പോലെ ആയിപ്പോയി മനോരമയിൽ വന്ന ജോയി തോമസിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് അല്പവിഷമത്തോടെ ഞാൻ പറയും. ഇപ്പൊ തന്നെ പൂവള്ളി ഇന്ദുചൂടനെ നിങ്ങൾക്കറിയാമല്ലോ, നരസിംഹം എന്ന് പറഞ്ഞ പടത്തിലെ നായകൻ. പൂവള്ളി ഇന്ദുചൂടന്റെ അച്ഛൻ MK മേനോനെ വാദിച്ച് രക്ഷപ്പെടുത്താൻ വരുന്ന നന്ദഗോപാൽ മാരാറി നിങ്ങൾക്കറിയാം അല്ലേ, മമ്മൂട്ടി. അപ്പോ ഈ MK മേനോന്റെ കാര്യസ്ഥൻ ഒരു രാമൻ നായരാണ്. TP മാധവൻ ചെയ്ത മനോഹരമായ വേഷം. രാമൻ നായരെ വിസ്തരിക്കുമ്പോൾ നരസിംഹത്തില് ഈ പറയുന്ന നന്ദഗോപാൽ മാരാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. വലിയ ചന്ദനാദി തേച്ച് കുളിച്ചാൽ മാറാവുന്ന ഓർമ്മ പിശകിനെ പറ്റി വളരെ വിശദമായി സരസമായി ഈ പറയുന്ന എന്താ പറയാ രാമൻ നായർക്ക് പറഞ്ഞു കൊടുക്കും. വലിയ ചന്ദനാദി വാങ്ങി തേക്കണം കേട്ടോ, ഓർമ്മ പിശകുണ്ട് നിങ്ങൾക്ക്. ഡെന്നി ഫിലിംസിൽ ഒരു ഫിലിം റെപ്രസെന്റേറ്റീവായിട്ട് സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ് ജോയ് തോമസ്. അത് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല, അഭിമാനത്തോടെയാണ് അദ്ദേഹം അത് പറയാറ്. അതുപോലെ അദ്ദേഹം രസകരമായ ഒരു കാര്യം പറയും. ഫിലിം റെപ്രസെന്റേറ്റീവിന് നമ്മൾ ഒരു ജനറൽ മാനേജർക്ക് കൊടുക്കും പോലെ 50,000 രൂപ ശമ്പളം കൊടുത്താലും ശരി, 5 ടിക്കറ്റിൽ നിന്ന് കമ്മീഷൻ അടിച്ചില്ലെങ്കിൽ, അതായത് കണക്കിപ്പെടുത്താതെ ഒരു 5 ടിക്കറ്റ് അകത്ത് 5 പേരെ കയറ്റി ആ 5 ടിക്കറ്റിന്റെ പൈസ അടിച്ചു മാറ്റിയില്ലെങ്കിൽ
റെപ്രസെന്റേറ്റീവ്മാർക്ക് ഉറക്കം വരില്ല എന്ന് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ ആളാണ്. കാരണം അദ്ദേഹം പഴയ റെപ്രസെന്റേറ്റീവ് ആണ്. ഇതുപോലെ ആരെയൊക്കെ കയറ്റി 5 ടിക്കറ്റ് വീതം പൈസ എടുത്തതാണ്. അങ്ങനെ പറയുന്ന ഒരു സരസനായ ആളാണ് ജോയ് തോമസ്. ചെറിയ തമിഴ് പടങ്ങളും സെക്കൻഡ് റൺ ആവുന്ന മലയാള സിനിമകളും ഒക്കെ കളിച്ച് ജൂബിലി എന്ന് പറഞ്ഞ ഒരു വിതരണ കമ്പനി ഉണ്ടാക്കിയ ജോയ് തോമസ് ഒരു മലയാള പടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ജോഷിയാണ് സംവിധായകൻ. സ്വാഭാവികമായും ജോഷി സാർ സംവിധായകനാവുമ്പോൾ കല്ലു ഡെന്നിസ് തിരക്കഥാകൃത്താവും ആയി. കല്ലൂരാന്റെ വിവാഹം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യ സിനിമയായിരുന്നു ആ രാത്രി. അതും കൊള്ളാം അല്ലേ? ആ രാത്രി നിർമ്മിച്ചുകൊണ്ടായിരുന്നു ജോയ് തോമസ് അല്ലെങ്കിൽ ജൂബിലി പിക്ചേഴ്സിന്റെ സിനിമാ നിർമ്മാണത്തിലെ തുടക്കം. തിരുവനന്തപുരത്തായിരുന്നു ചിത്രീകരണം. എറണാകുളം ബെൽറ്റ് ഉണ്ടാക്കിയ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മമ്മൂട്ടി, കല്ലു ഡെന്നിസ്, ജോഷി ടീം വലിയ വിജയമായി ആദ്യ ചിത്രം. സൂപ്പർ ഹിറ്റായതോടെ ജൂബിലി എന്ന ബാനറും ശ്രദ്ധിക്കപ്പെട്ടു. ആ രാത്രിയിലാണ് സാഗ അപ്പച്ചനായി കലൂരാൻ കർത്തവ്യം എഴുതുന്നത്. ആ രാത്രി കഴിഞ്ഞിട്ടാണ് അടുത്തെഴുതുന്നതാണ്. അതിൻ്റെ ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതും സൂപ്പർ ഹിറ്റായി. 1983 വിഷു റിലീസായിട്ടാണ് ആ രാത്രി തിയേറ്ററിലെത്തിയത്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു പാർത്താസിലാണ്. വന്നതിൻ്റെ അന്നോ രണ്ടാമത്തെ ദിവസമോ ഞാൻ കണ്ടു. നല്ല രസകരമായ പടമായിരുന്നു. ആ രാത്രിയിലെ ഇന്ദുവിൻ്റെ ഭർത്താവ് രവി മലയാള സ്ത്രീകളുടെ അല്ലെങ്കിൽ മലയാളി സ്ത്രീകളുടെ ഭർത്താവിൻ്റെ നേർ സ്വരൂപമായിട്ട് പ്രേക്ഷകർ കണ്ട ചിത്രമായിരുന്നു ആ രാത്രി. ആ രാത്രി റിലീസായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജൂബിലി ജോയ് തോമസ് പുതിയ പടം ചെയ്യണം എന്ന് പറഞ്ഞ് എന്താ പറയാ കല്ലു ഡെന്നിസിനെ കണ്ടു. സ്വന്തം കഥ പെട്ടെന്ന് പറയാവുന്ന ഒരു കഥ കയ്യിലില്ലാത്തതുകൊണ്ട് കൊച്ചിൻ അനീഫയുടെ കഥ വാങ്ങി. അതാണ് സന്ദർഭം എന്ന് പറഞ്ഞ സിനിമ. കല്ലൂരാൻ തിരക്കഥ എഴുതി, ജോഷി സാർ സംവിധാനം ചെയ്ത്, മമ്മൂട്ടി, വെട്ടിക്കുട്ടി ഒക്കെ ആയ സൂപ്പർ ഹിറ്റായ സിനിമ. അതുവരെ ഇറങ്ങിയ എല്ലാ മമ്മൂട്ടി ചിത്രങ്ങളെയും പിന്നിലാക്കി 150 ദിവസം കളിച്ച് ബെമ്പർ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു സന്ദർഭം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ താര പദവിയിലേക്ക് മമ്മൂട്ടിയെ എത്തിച്ച ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു സന്ദർഭം. ജൂബിലിക്കായി കല്ലൂരാൻ പിന്നെയും പിന്നെയും എഴുതി. കല്ലൂരാൻ തിരക്കഥ എഴുതിയ പല പടങ്ങളും കല്ലൂരാനെ വിശ്വസിച്ച് ജൂബിലി വിതരണം നടത്തിയിട്ടുണ്ട്. പലതും ബമ്പൻ ഹിറ്റുകളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കല്ലു ഡെന്നിസ് എന്ന തിരക്കഥാകൃത്തായ സുഹൃത്തിന്റെ പേര് ജോയ് തോമസ് എന്ന നിർമ്മാതാവിന്റെ ഓർമ്മയിൽ വരുന്നില്ല. നേരത്തെ പറഞ്ഞ മനോരമയിലെ ആത്മകഥയിൽ 2 എപ്പിസോഡേ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു 10-25 ലക്കം വരും. ആദ്യ ലക്കത്തിൽ ഡെന്നിസ് ജോസഫിനെ കുറിച്ച് പൊക്കി അടിച്ചിട്ട് അടുത്തതിൽ കല്ലു ഡെന്നിസിനെ കുറിച്ച് പറയുന്നു വിചാരിച്ചു. അപ്പൊ 2ാമത്തെ ലക്കത്തിൽ എഴുതിയിരിക്കുന്നു അവസാനിച്ചു. ജൂബിലി നിർമ്മിച്ച ആദ്യ രാത്രി മുതൽ ജൂബിലി വിതരണം ചെയ്ത പവിത്രം വരെയുള്ള കാര്യങ്ങൾ ഓർമ്മക്കുറിപ്പിൽ ജോയ് തോമസ് പറയുന്നുണ്ട്. ജൂബിലിയുടെ സൂപ്പർ ഹിറ്റുകളിൽ പലതിൻ്റെയും അവിഭാജ്യ ഘടകമായിരുന്നു ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ജോയ് തോമസിന് കല്ലു ഡെന്നിസ് എന്ന മറ്റൊരു ഡെന്നിസിന്റെ ഓർമ്മകൾ ഒട്ടും ഇല്ലാതെ പോയത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജൂബിലിയുടെ ആണത്രേ ഡെന്നിസ് ജോസഫ് തിരക്കഥാകൃത്താകാനുള്ള കാരണം ജൂബിലിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈറൻ സന്ധ്യ എന്ന് പറഞ്ഞ പടത്തിന് തിരക്കഥ എഴുതുകയും കോരച്ചേട്ടൻ ചീട്ടിട്ട് ഡെന്നിസ് ജോസഫിനെ മാറ്റി ജോൺ പോൾ ആയെങ്കിൽ അതിന്റെ കഥാകൃത്ത് ഡെന്നിസ് ജോസഫാണ്. പക്ഷെ ജോയ് തോമസ് പറയുന്നത് ജൂബിലിയുടെ കണ്ടുപിടുത്തമാണ് ഡെന്നിസ് ജോസഫ് എന്നാണ്. ഡെന്നിസ് ജോസഫ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സഫാരിയിൽ നിങ്ങൾ കണ്ടു. ഈറസന്ധ്യ ജോൺ പോൾ തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഡെന്നിസ് ജോസഫിന്റെ കസിനായ ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസഫ് ആയിരുന്നു ഈറസന്ധ്യയുടെ നിർമ്മാതാവ്. അതുപോലും ജോയ് തോമസ് ഓർത്തില്ല എന്നുള്ളതാണ്. അതുപോട്ടെ, ഈറസന്ധ്യയ്ക്ക് ശേഷം ഡെന്നിസ് ജോസഫ് എഴുതിയതാണ് നിറക്കൂട്ട്. ജൂബിലി അത് നിർമ്മിച്ചു. തേക്കടിയിൽ ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന് പറഞ്ഞ കല്ലൂരാൻ തിരക്കഥ എഴുതി ജോഷി സാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്കാണ് തിരക്കഥ വായിക്കാനായിട്ട് ഡെന്നിസ് ജോസഫ് ചെന്നത്. 7 ദിവസം കാത്തു തിരക്കഥ വായിക്കാൻ. ഒന്നിങ്ങി വന്നെങ്കിൽ കല്ലൂരാനിലുള്ള സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഈറസന്ധ്യ വീണു പോയതിനാൽ ജോഷിക്ക് ഒരു മടി ഈ വന്നിരിക്കുന്ന പയ്യന്റെ തിരക്കഥ കേൾക്കാൻ. ഞാൻ പോട്ടെ എന്ന് ചോദിച്ച് യാത്ര ചോദിക്കാൻ നിന്ന ഡെന്നിസ് ജോസഫിനോട് നാളെ ലൊക്കേഷനിലേക്ക് വരാൻ ജോഷി സാർ പറഞ്ഞു. അയാൾ പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് ചെന്നു. തിരക്കഥ തീർത്തിട്ട് പോകാനിറങ്ങിയ കല്ലു ഡെന്നിസിനോട്, നിക്ക്, ഒരാവശ്യം നിന്നെ കൊണ്ടുണ്ട് എന്ന് പറഞ്ഞ് ജോഷി സാർ പിടിച്ചു നിർത്തി. പുതിയ പയ്യന്റെ എഴുത്തിൽ എന്തെങ്കിലും നല്ലതെന്നും തോന്നിയാൽ ഒരു തുടക്കം കൊടുക്കണം.
ശ്രദ്ധേയനാകട്ടെ, പുതിയ ആൾക്കാർ എന്ന് കല്ലു ഡെന്നീസ് ജോഷിക്ക് നിർദ്ദേശം നൽകി. തിരക്കഥ വായിച്ചു. ജോഷി സാറിന് ഇഷ്ടപ്പെട്ടു. ജോഷി സാർ കരുതിയത് അയാൾ എഴുതുന്ന കഥയിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് കഥാകൃത്ത് എന്നുള്ള മാത്രം വെച്ചിട്ട് ഡെന്നീസ് ജോസഫിനെ കൊണ്ട് തന്നെ, അല്ല, കല്ലു ഡെന്നീസിനെ കൊണ്ട് തന്നെ തിരക്കഥ എഴുതിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കല്ലു ഡെന്നീസ് പറഞ്ഞത്, പുതിയ ആളുകൾ വരട്ടെന്നേ, നിങ്ങൾ അയാളുടെ സ്ക്രിപ്റ്റ് വായിക്കുക. ഇതിനിടയിൽ തേക്കടി ആരണ്യ നിവാസിൽ ബുള്ളറ്റ് ഓടിച്ച ഒരാൾ വന്നു. അയാളെ കണ്ടപ്പോൾ ജോഷി സാറിന്, ഡേയ്, ഇത് ജോയിയുടെ പുതിയ പടത്തിന് തിരക്കഥ എഴുതുന്ന റൈറ്ററാ. ആ പരിചയപ്പെടുത്തിൽ നിന്നാണ് തമ്പി കണ്ണന്താനം എന്ന സംവിധായക നിർമ്മാതാവിനായി ഡെന്നീസ് ജോസഫ് രാജാവിന്റെ മകനും ഭൂമിയിലെ രാജാക്കന്മാരും വഴിയോര കാഴ്ചകളും ഒക്കെ എഴുതിയത്. പക്ഷേ മനോരമയിലെ ആത്മകഥയിൽ ജോയി തോമസ് പറയുന്നത് ഇതൊക്കെ എൻ്റെ സിനിമകളാണ് എന്നാണ്. അല്ല, തമ്പി കണ്ണന്താനം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് ജൂബിലി വിതരണം നടത്തിയ സിനിമകളായിരുന്നു എന്ന് വേണം അദ്ദേഹം പറയേണ്ടിയിരുന്നത്. തമ്പി കണ്ണന്താനം ജീവിച്ചിരുന്നെങ്കിൽ അത് തിരുത്തിയന്നെ. ഇതൊക്കെ ചരിത്രമല്ലേ ജൂബിലി ജോയി തോമസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാകും താങ്കൾക്ക് ഹിറ്റുകൾ സമ്മാനിച്ച സന്ദർഭം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയോളം കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയാണ്. ബജറ്റ് കുറവും കളക്ഷൻ വലുതുമായിരുന്നു. ന്യൂഡൽഹി വലിയ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു, വലിയ ചെലവിൽ. പക്ഷെ എന്തുകൊണ്ടോ ഇത്രയും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കി തന്ന കല്ലു ഡെന്നീസ് എന്ന് പറഞ്ഞ ആളിന്റെ പേര് ഈ 2 ആഴ്ച കൊണ്ട് തീർത്ത ആത്മകഥയിൽ അദ്ദേഹത്തിന് പറയാനൊരു വിമ്മിഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ കല്ലു ഡെന്നീസുമായിട്ട് പഴയ ബന്ധമില്ല, ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും പറയില്ല. അതൊക്കെ ജോയി എഴുതിയല്ലേ എന്നേ അദ്ദേഹം പറയുമെന്ന് എനിക്കറിയാം. ജോഷി സാറാണെങ്കിൽ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാത്ത, മറുപടി പറയാത്ത ആളുമാണ്. എന്നാലും ലക്ഷങ്ങൾ വാരിത്തന്ന സിനിമകൾ ചെറിയ തുച്ഛമായ പ്രതിഫലത്തിന് എഴുതുന്ന കല്ലു ഡെന്നീസ് എന്ന് പറയുന്ന ആളിനെ ജോയി തോമസ് എന്തിനാണ് മറന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയ ചന്ദനാദി തൈലം നന്ദഗോപാൽ മാരാർ രാമൻപിള്ളയോട് പറഞ്ഞ വലിയ ചന്ദനാദി തൈലം ജൂബിലി ജോയി തോമസ് ഓർക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അനാരോഗ്യവാനായി വീട്ടിൽ വിശ്രമിക്കുന്ന കല്ലൂരാൻ മനോരമ പത്രമേ വായിക്കൂ. 2-3 പത്രമുണ്ട്, അതിലൊന്നും മനോരമയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ വീക്കെൻഡ് വായിച്ചു കാണും. വായിച്ചെങ്കിൽ അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂബിലി ജോയി തോമസിനെ പോലെ ഒരു പ്രശസ്തനായ ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ, തുടക്കം കുറിച്ച സിനിമ തന്നെ, ആ രാത്രി പോലുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന സന്ദർഭം പോലെ 150 ദിവസം ഓടി അന്നത്തെ കാലത്തെ ലക്ഷങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു നിർമ്മാതാവിനെ മറന്നിട്ട് ഡെന്നീസ് ജോസഫാണ് ജൂബിലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിനുണ്ടാക്കി, അല്ലെങ്കിൽ ഡെന്നീസ് ജോസഫിനെ കണ്ടെത്തിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചാൽ എല്ലാം ദഹിക്കില്ല. ജോയി തോമസ് അതൊന്നും ഓർക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ. കൂടുതൽ പറയുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നന്ദിയില്ലായ്മകൾ ജോയി തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. അദ്ദേഹം വിവാദങ്ങളിലൊന്നും പെടുന്ന ആളല്ല. പക്ഷെ എന്താണ് കല്ലു ഡെന്നീസുമായിട്ട് ഒരു ഗ്യാപ്പ് എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വലിയ തിരക്കഥാകൃത്ത് ഇദ്ദേഹത്തിന് ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊടുത്ത ആദ്യകാലത്തെ സിനിമകളെല്ലാം, ന്യൂഡൽഹിക്ക് മുമ്പുള്ള അല്ലെങ്കിൽ നിറക്കൂട്ടിന് മുമ്പുള്ള അദ്ദേഹത്തിന് ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊടുത്ത തിരക്കഥാകൃത്തായ കല്ലു ഡെന്നീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഡയബറ്റിക് പേഷ്യൻ്റായി സീരിയസ് ആയി ഒരു കാല് മുറിച്ച് വീട്ടിൽ വിശ്രമിക്കുന്ന അവസ്ഥയാണിപ്പോൾ. പക്ഷേ ആ കാല് മുറിച്ച മനുഷ്യനെ ഒരു തവണ പോലും ജോയി തോമസ് പോയി കണ്ടിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്. ഇനിയിപ്പോൾ അതല്ല, പോയിട്ടുണ്ടെന്ന് ജോയി തോമസോ വന്നിട്ടുണ്ടെന്ന് കല്ലു ഡെന്നീസോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാം. അങ്ങനെ പോലും ഒരു സ്നേഹപ്രകടനം ജോയി തോമസ് കല്ലു ഡെന്നീസിനോട് കാണിക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം കല്ലു ഡെന്നീസ് ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കുന്ന ആളല്ല, ഒരാളെയും വഞ്ചിക്കുന്ന ആളല്ല. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സുരേഷ് ഗോപി കാണിച്ച ഒരു പോക്കൃത്തനത്തിൽ നിന്ന് മാറ്റ ഉണ്ടാക്കിയിട്ട് ആ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി മാറ്റയുടെ എക്സിക്യൂട്ടീവ് കൂടിയ ആളാണ് കല്ലു ഡെന്നീസ്. ആരോടും അദ്ദേഹത്തിന് വിരോധമില്ല. പക്ഷെ അദ്ദേഹം അനാരോഗ്യവനായി സിനിമയൊന്നും ഇപ്പോൾ തിരക്കഥയൊന്നും എഴുതുന്നില്ല. പൂർണ്ണമായ വിശ്രമത്തിൽ വീട്ടിലിരിക്കുമ്പോൾ മനോരമ പോലെ ഒരു ജനകീയ പത്രത്തിൽ അതിന്റെ വീക്കെൻഡിൽ താങ്കൾ കല്ലു ഡെന്നീസിന്റെ പേര് ഒഴിവാക്കിയിട്ട് ഡെന്നീസ് ജോസഫ് ആണ് ജൂബിലി എന്നുള്ള രീതിയിൽ പൊങ്ങച്ച വർത്തമാനം പറഞ്ഞത് മോശമായി പോയി. എനിക്കെന്തായാലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞു. കല്ലൂരാൻ അത് വായിച്ചില്ലെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അദ്ദേഹം ആ വീക്കെൻഡ് വായിക്കരുത്. വായിച്ചാൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. പിന്നെ ജോഷി സാർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ചെയ്തത് ജോയി തോമസ് കാണിച്ചത് മോശമായി പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് കരുതി എനിക്ക് ജോയി തോമസിനോട് യാതൊരു വിരോധവുമില്ല. ക്രിട്ടിക്സ് വ്യൂവിലെ പരസ്യം കൊടുക്കാതെ ക്രിട്ടിക്സ് വ്യൂവിനെ തന്നെ നിർത്തിയെങ്കിൽ പോലും
വർഷങ്ങൾ കഴിയുമ്പോൾ സിനിമാ സംവിധായകനായ ജേസി സാറ് ആദ്യമായിട്ടൊരു സീരിയൽ ചെയ്യുകയാണ്. അപ്പൊ സീരിയലിനെ കുറിച്ചുള്ള ABCD സാറിന് അറിയും. അപ്പൊ ഞാൻ പുറപ്പാടൊക്കെ സാറിന്റെ ശിഷ്യനായിരുന്നല്ലോ. അതുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തി. സാറ് തന്നെ പകുതി കളിയിൽ പറയും, മലയാള സീരിയൽ രംഗത്തെ ജോഷിയാണ് കേട്ടോ. കാർട്ടൂണിസ്റ്റ് യേശുദാസനൊക്കെ ഇരുന്ന് കകാന്ന് ചിരിക്കും. എന്നെ പറയുന്നതാണ്, മലയാള സിനിമയിലെ ജോഷിയാണ് കേട്ടോ ദിനേശ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ച് നമുക്ക് എങ്ങനെയാണ് അതിന്റെ സിനിമയും സീരിയലുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് അതിന്റെ A to Z കാര്യങ്ങൾ തീരുമാനിച്ചത് ഞാനായിരുന്നു. ഒരു വലിയ സീരിയൽ ജേസി സാർ മനോരമയ്ക്ക് വേണ്ടി 13 എപ്പിസോഡുള്ള ദൂരദർശന് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ജോയി തോമസ് ജേസി സാറിനെ വിളിച്ചു. ജെസി, നിങ്ങളുടെ ആ സീരിയലിന്റെ യൂണിറ്റ് ജൂബിലി ഉപയോഗിക്കുമോ? പുള്ളി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ പറഞ്ഞു, അതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്. എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു ശാന്തിയുള്ള ദിനേശാണ്, പുള്ളിയെ ബന്ധപ്പെടും. ഒരു മടിയുമില്ലാതെ ഇത്രയും കാശ് സമ്പാദിച്ച ഒരു വലിയ മുതലാളിയായിട്ടുമില്ല. അതാണ് ജോയി തോമസിന് ദൈവം കൊടുക്കുന്ന വളർച്ച. ഒരു മടിയുമില്ലാതെ ജൂബിലി ജോയി തോമസ് എന്നെ വിളിച്ചു. മിസ്റ്റർ ദിനേശ്, ഞാൻ അതെ ദിനേശ്, ഞാൻ ജൂബിലി ജോയി തോമസ്. ഞാൻ പറയണം സാർ. അല്ല ഒന്നുമില്ല, ഞാൻ എനിക്ക് ജൂബിലി ഔട്ട്ഡോർ യൂണിറ്റ് ഒക്കെ ഉള്ള അറിയാമല്ലോ. ഞാൻ അറിയാം, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ JCയെ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു സീരിയൽ ചെയ്യാണല്ലോ. ഞാൻ അതെ, അതിന്റെ എഴുത്തുമായിട്ട് ഞാൻ കൊച്ചിയിലുണ്ട്. അപ്പോൾ അതില് ജൂബിലിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വയ്ക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദിനേശാണ് തീരുമാനിക്കുന്നത്. ആരാ ദിനേശ്? ക്യാമറ. ഞാൻ പ്രതാപൻ. അപ്പോൾ ദിനേശേ, നമ്മുടെ യൂണിറ്റ് വയ്ക്കാമോ? ഞാൻ പിന്നെന്ത്, ജൂബിലിയുടെ യൂണിറ്റ് വയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ജൂബിലിയുടെ യൂണിറ്റ് വെച്ചു കൊടുത്തു. എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യമാണത്. കാരണം അദ്ദേഹത്തിന്റെ മാനേജരെയോ PA കൊണ്ടൊന്നും വിളിപ്പിക്കാതെ ഒരു വർക്കിന് വേണ്ടി എന്നെ വിളിക്കാൻ മടി കാണിക്കാത്ത അത്രയും സിമ്പിൾ മാനാണ് ജൂബിലി ജോയ് തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിജയങ്ങൾ ഉണ്ടായത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, എനിക്ക് ഇത് പറഞ്ഞെന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ഒരു വിരോധവുമില്ല. പക്ഷേ അദ്ദേഹം കല്ലു ഡെന്നിസിനോട് കാണിച്ചത് കടന്ന കൈയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാല് മുറിച്ച് വർഷങ്ങളോളമായി വീട്ടിൽ വിശ്രമിക്കുന്ന കല്ലു ഡെന്നിസിനെ താങ്കൾ പോയി ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ല എങ്കിൽ നന്ദികേടാണ് അത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വിരോധവും ജോയ് തോമസിന് എന്നോട് തോന്നണ്ട. ഒരു വിരോധവും എനിക്ക് അങ്ങയോടും ഇല്ല. എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷേ ചെയ്തത് തെറ്റായി പോയി എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.